ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ജാതിമതവർഗമന്യേ എല്ലാവർക്കും പ്രിയപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം. ഇത് ഇത്രയും പോപ്പുലർ ആവാൻ കാരണം ഇത് ജപിച്ചാൽ ഉടനടി കിട്ടുന്ന ആ ഫലം തന്നെ. ഇത് ജപിക്കുന്ന ഒരാളെയും സർവ്വലോകൈക ജനനി കൈവിടില്ല എന്നതാണ് ജപിക്കുന്നവരുടെ അനുഭവ സാക്ഷ്യം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം, ഈ മഹാസ്തോത്രം രചിക്കാനുണ്ടായ സാഹചര്യം, ഇത് ആരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്, ഇത് ജപിച്ചാലുണ്ടാകുന്ന ഗുണം, അതായത് ഫലശ്രുതി തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ദേവി ഉപാസനയിൽ താല്പര്യമുണ്ടാകുന്നത്? ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ശിവൻ, വിഷ്ണു തുടങ്ങിയ ദേവതകളെയൊക്കെ തൊഴും. എങ്കിലും ദേവീ കീർത്തനങ്ങൾ കേൾക്കാനും ദേവീ സ്തുതികൾ ആലപിക്കാനും അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാനും എനിക്കിഷ്ടമാണ്. ഓരോരുത്തരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ ഒരു ഇഷ്ടം കൂടിക്കൂടി വന്ന് അത് സാധാരണക്കാരനായ ഒരു ഭക്തനെ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലേക്ക് ആ മഹാദേവി, രാഗസ്വരൂപപാശാഢ്യയായ മഹാദേവി വലിച്ചടിപ്പിക്കുന്നു. ഇക്കാര്യം വളരെ കൃത്യമായി ഫലശ്രുതിയിൽ പറയുന്നു. കോടിക്കണക്കിന് കഴിഞ്ഞ ജന്മങ്ങളിൽ മറ്റു ദേവതമാരുടെ നാമങ്ങൾ ഉച്ചരിച്ച് ഉപാസിച്ചതിന് ശേഷം മാത്രമേ ദേവി ഉപാസനയിലേക്ക് ശ്രദ്ധ തിരിയൂ എന്ന കാര്യം ഫലശ്രുതി എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഫലശ്രുതിയിലെ 72-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യേനാന്യദേവതാനാമകീർത്തനം ജന്മകോട്ടിഷു തസ്യൈവ ഭവതി ശ്രദ്ധ ശ്രീദേവീ നാമകീർത്തനേ. പരാശക്തിയായ ലളിതാംബികയെക്കുറിച്ച് അനേകായിരം നാമങ്ങൾ പ്രചാരത്തിലുണ്ട്. അവയിൽ നാമങ്ങൾ വീതം ഉൾക്കൊള്ളുന്ന 10 സ്തോത്രങ്ങൾ പ്രമുഖങ്ങളാണെന്ന് ആചാര്യന്മാർ പറയുന്നു. ആ 10 സഹസ്രനാമങ്ങളിൽ ഏറ്റവും പ്രധാനവും മന്ത്രശക്തി നിർഭരവുമായത് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം തന്നെയാണ്. കാരണം ഇത് രചിച്ചത് മനുഷ്യരല്ല, അതായത് ഋഷിമാരല്ല. ശ്രീ ലളിതാംബികയുടെ തൊട്ടടുത്തിരിക്കുന്ന 8 ദേവതമാരാണ് വാഗ്ദേവതമാർ. അവർ വശിനി, കാമേശ്വരി അല്ലെങ്കിൽ കാമേശി, മോദിനി, വിമല, അരുണ, ജൈനി, സർവേശി അല്ലെങ്കിൽ സർവേശ്വരി, കൗളിനി എന്നീ ദേവതമാരാണ്. ഇത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ശ്രീ ലളിതാംബികയുടെ അമ്മയുടെ പ്രത്യക്ഷ രൂപമായ ശ്രീചക്രം, അത് 3D രൂപത്തിലാണെങ്കിൽ മേരുചക്രം. ആ മേരുചക്രത്തിൽ ബിന്ദുസ്ഥാനം എന്നാൽ എവിടെയാണ് ശ്രീ ലളിതാംബിക ഇരിക്കുന്നത് അതിന് താഴെ സർവരോഗഹര ചക്രത്തിൽ 8 കോണുകളുണ്ട്. ആ സർവരോഗഹര ചക്രത്തിൽ അവിടെയാണ് വശിന്യാദി വാഗ്ദേവതമാർ ഇരിക്കുന്നത്. ആ വാഗ്ദേവതമാർ, ആ ജ്ഞാനമൂർത്തികൾ അമ്മയുടെ ആജ്ഞപ്രകാരം അമ്മയെ കണ്ടുകൊണ്ട് രചിച്ച മഹാസ്തോത്രമാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം. ഈ മഹാസ്തോത്രത്തിലെ ഓരോ നാമവും മന്ത്രമാണ്. ആ മന്ത്രം തന്നെയാണ് ദേവിയും മന്ത്രവും തമ്മിൽ ഭേദമില്ല. ദേവിയെ സ്ഥൂലരൂപത്തിലും സൂക്ഷ്മരൂപത്തിലും സൂക്ഷ്മതരവും സൂക്ഷ്മതമവുമായ രൂപത്തിൽ അല്ലെങ്കിൽ രൂപങ്ങളിൽ ഈ സ്തോത്രത്തിൽ വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നു. 15 അക്ഷരങ്ങൾ അടങ്ങിയ ശ്രീ ലളിതാംബികയുടെ തന്നെ സൂക്ഷ്മ സ്ഥൂല രൂപമായ ശ്രീവിദ്യ മന്ത്രസാധനയിലെ പഞ്ചദശാക്ഷരി മന്ത്രം ഇതിൽ വശിന്യാദി വാഗ്ദേവതമാർ ഗൂഢമായി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്ന് ആചാര്യന്മാർ പറയുന്നു. അത് നമ്മൾ ഈ മഹാസ്തോത്രം പഠിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ സാധാരണക്കാരനായ ഒരു ഭക്തന് പഞ്ചദശാക്ഷരി മന്ത്രം ജപിച്ച ഒരു ഫലം ഇതിൻ്റെ കൂടെ ലഭിക്കുന്നു. അതുകൂടാതെ തന്നെ ഒരുപാട് ബീജമന്ത്രങ്ങൾ ഈ മഹാസ്തോത്രത്തിലുടനീളം കാണാം. അതുകൊണ്ട് തന്നെ അത്രയും സമർപ്പണത്തോടുകൂടി ഭക്തിയോടെ, ഭാവത്തോടെ, അക്ഷരസ്ഫുടതയോടെ മന്ത്രാർത്ഥമറിഞ്ഞ് ജപിക്കേണ്ട ഒന്നാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം. നേരത്തെ പറഞ്ഞ പഞ്ചദശാക്ഷരി മന്ത്രം ഗുരുമുഖത്തു നിന്നും ലഭിക്കേണ്ട ഒന്നാണ്.
ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഗുരുവും ആചാര്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. ധനം സ്വീകരിക്കാതെ ഒരു മന്ത്രാർത്ഥത്തെ അല്ലെങ്കിൽ ഒരു ശ്ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആചാര്യൻ. പക്ഷേ ഗുരു എന്നത് ഒരു പരമ്പരയിലൂടെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി യോഗ്യതയുള്ള ശിഷ്യന് ദീക്ഷയായി മന്ത്രോപദേശം നൽകുന്ന ആളാണ് ഗുരു. ഗുരുവിന് ദേവതയ്ക്ക് മുകളിലാണ് സനാതനധർമ്മത്തിൽ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രം 3 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. പൂർവഭാഗം അഥവാ അഗസ്ത്യ ഹയഗ്രീവ സംവാദം, പിന്നെ ലളിതാ സഹസ്രനാമം, അവസാനം ഫലശ്രുതി. ശ്രീമാത തുടങ്ങി ലളിതാംബിക വരെ അവസാനിക്കുന്ന ഈ 1000 നാമങ്ങൾ ജപിച്ചാൽ ഉപാസകന് ലഭ്യമാകുന്ന ഭഗവതി കടാക്ഷത്തെക്കുറിച്ചിട്ട്, അതായത് ഫലശ്രുതിയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. ഇത് ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിയോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആരാണ് ഹയഗ്രീവ മഹർഷി, അഗസ്ത്യ മഹർഷി ആരാണ്, അതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ഫലശ്രുതിയിലെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് തൊട്ട് നോക്കി നമുക്ക് അങ്ങോട്ട് പോവാം. ഹയഗ്രീവ ഋഷി പറയുന്നു, ഇതിന് തുല്യമായ സ്തോത്രം മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. രോഗങ്ങളെ നശിപ്പിക്കുന്നതും സമ്പത്ത് കൈവരുത്തുന്നതും അപമൃത്യുവിനെ ഒഴിവാക്കുന്നതും കാലമൃത്യുവിനെ നീക്കി ദീർഘായുസ് ഉണ്ടാക്കുന്നതുമാണ് ഈ സ്തോത്രം. സന്താനമില്ലാത്തവർക്ക് സന്താനലാഭവും ഉപാസകന് പുരുഷാർത്ഥങ്ങളും ഇതിൻ്റെ പാരായണം കൊണ്ടുണ്ടാകും. ഈ 1000 നാമങ്ങളിൽ ഒരെണ്ണം പഠിക്കുന്നത് കൊണ്ട് തന്നെ ഉപാസകൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരും. ശ്രീവിദ്യാ മന്ത്രത്തിന് തുല്യമായി മറ്റൊരു മന്ത്രമില്ല. ശ്രീചക്രത്തിന് തുല്യം മറ്റൊരു യന്ത്രമില്ല. അതുപോലെ ശ്രീ ലളിതാംബികയ്ക്ക് തുല്യമായി മറ്റൊരു ദേവതയുമില്ല. ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെയും ശ്രീചക്രത്തിൻ്റെയും ശ്രീ ലളിതാംബികയുടെയും ഐക്യം പ്രതിപാദിക്കുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രം പോലെ ശ്രേഷ്ഠമായ മറ്റൊരു സ്തോത്രം ഇല്ല. അനേക ജന്മങ്ങളിൽ നേടിയ പുണ്യം കൊണ്ടേ ഈ സ്തോത്രത്തിൻ്റെ നേർക്ക് ഒരു വ്യക്തിയുടെ ശ്രദ്ധ തിരിയും എന്നതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിന് അതെന്താണെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ലളിതാ സഹസ്രനാമ സ്തോത്രം, ഈ സ്തോത്രം രചിക്കാനുണ്ടായ ആ ഒരു സാഹചര്യം, അത് നമുക്ക് ലഭിച്ചതാണ് എങ്ങനെയാണ്, അതിൽ കൂടെ ഒന്ന് നമുക്ക് നോക്കിപ്പോകാം. ഭണ്ഡാസുരവധത്തിന് ശേഷം, അപ്പോൾ ഭണ്ഡാസുരവധം എന്താണ്, അതിൻ്റെ സാഹചര്യം, കഥകൾ തുടങ്ങിയവയൊക്കെ ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിച്ചു വരുമ്പോൾ ഓരോരോ ഭാഗങ്ങളിലെത്തുമ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ഭണ്ഡാസുരവധത്തിന് ശേഷം സർവ്വലൗകിക ജനനി മഹാചക്രവർത്തിനി തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ജ്ഞാനമൂർത്തികളായ വശിന്യാദി വാഗ്ദേവതമാരോട് പറഞ്ഞു, സാധാരണക്കാരായ മനുഷ്യർക്ക് കോടി കോടി ജന്മങ്ങളിൽ ചെയ്ത ഉപാസനയുടെ ഫലമായി എൻ്റെ കൃപയാൽ എന്നോട് അത്യധികമായ ഇഷ്ടം തോന്നുമ്പോൾ എൻ്റെ നാമങ്ങൾ, കീർത്തനങ്ങൾ തുടങ്ങിയവ അവർക്കറിയാവുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ആ ഭക്തിയിൽ സന്തോഷിച്ച് അവർക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് സർവ സുഖഭോഗങ്ങളും അന്ത്യത്തിൽ മോക്ഷം ലഭിക്കുന്നതും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ ശ്രീവിദ്യാ മന്ത്രം എന്ന ആ ഒരു മന്ത്രം ജപിച്ചാൽ കിട്ടുന്ന ഫലം അത് ലഭിക്കാനും, ഇന്ന് വരെ ആരും രചിച്ചിട്ടില്ലാത്തതും എന്നാൽ ഇനി ആർക്കും രചിക്കാൻ പറ്റാത്തതും ഉള്ളൊരു മഹാസ്തോത്രം, ഈ മഹാസ്തോത്രം കേൾക്കുമ്പോൾ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ടാകണം. അങ്ങനെ ഒരു മഹാസ്തോത്രം നിർമ്മിക്കാനായി വശിന്യാദി വാഗ്ദേവതമാരോട് ആ മഹാചക്രവർത്തിനി ആജ്ഞാപിച്ചു. അങ്ങനെയാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം വശിന്യാദി വാഗ്ദേവതമാരാൽ രചിക്കപ്പെട്ടത്. ആ മഹാചക്രവർത്തിനി ശ്രീ മഹാദേവി ഭുവർലോകം തുടങ്ങി സത്യലോകം, പിന്നെ അതലം തുടങ്ങി പാതാളം വരെയുള്ള എല്ലാ ശ്രേഷ്ഠന്മാരായ അമ്മയുടെ മക്കളെയും 14 ലോകങ്ങൾ, അതിലുള്ള എല്ലാ മക്കളെയും,
പിന്നെ ഈ ബ്രഹ്മാണ്ടത്തിലെ കോടാനുകോടി ഗ്രഹങ്ങളിലുള്ള കോടി കോടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും കോടി കോടി ലക്ഷ്മി പാർവതി സരസ്വതിമാരെയും ഋഷിമാരെയും എല്ലാവരെയും തൻ്റെ സഭയിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ കോടി കോടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് ഒരു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത്തരം ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൽ നിന്നുള്ളൊക്കെ എല്ലാ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ലക്ഷ്മി പാർവതി സരസ്വതിമാരും ഋഷിമാരും അങ്ങനെ എല്ലാവരും അമ്മയുടെ സന്നിധിയിൽ അമ്മയെ കൈകുപ്പി തൊഴുതു നിൽക്കുമ്പോൾ, കാരണം അമ്മ ചക്രവർത്തിനിയാണ്, ആ അമ്മ വശിന്യാദി വാഗ്ദേവതമാരെ തൻ്റെ കടക്കണ്ണുകൊണ്ടൊന്ന് നോക്കി. ആ നോക്കിയതിൽ നിന്നും അവർക്ക് മനസ്സിലായി എന്തിനാണ് അമ്മ നോക്കിയത്. ആ സഭയിൽ വെച്ച് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം അവർ ആലപിച്ചു. ഇത് കേട്ട മഹാദേവിക്ക് അത്യധികമായ സന്തോഷമുണ്ടാവുകയും അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അത്യധികമായ അത്ഭുതമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആ അമ്മ അവിടെ കൂടിയിരിക്കുന്ന ആ കോടി കോടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരോടും കോടി കോടി ലക്ഷ്മി പാർവതി സരസ്വതിമാരോടും ഋഷിമാരോടും മുനിമാരോടും എല്ലാവരോടുമായി പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഈ നാമസഹസ്രം ദിവസവും ചൊല്ലുക. ആ ഭക്തനിൽ ഞാൻ സന്തുഷ്ടയായി തീരും. അവർക്ക് ആവശ്യമുള്ളതെല്ലാം അതാത് സമയങ്ങളിൽ ഞാൻ നൽകുന്നതാണ്. അപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരടക്കം 14 ലോകങ്ങളിലുമുള്ള എല്ലാവരും ജപിക്കുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരിക്കൽ അഗസ്ത്യ മഹർഷി, അപ്പോൾ അഗസ്ത്യ മഹർഷി ആരാണെന്ന് നമുക്ക് ഏകദേശം അറിയാം, എങ്കിലും അഗസ്ത്യ മഹർഷിയുടെ തപോബലത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോവാതെ വയ്യ. ശിവപാർവതി വിവാഹം നടക്കുന്ന സമയം ആ മംഗളമുഹൂർത്തത്തിന് പങ്കെടുക്കാനായി സകല ദേവഗണങ്ങളും സകല ഋഷിമാരും എല്ലാവരും കൈലാസത്തിലെത്തി. അഗസ്ത്യ മഹർഷിയും ആ ക്ഷണിക്കപ്പെട്ടവരിലുണ്ടായിരുന്നു. അങ്ങനെ ഈ വന്ന എല്ലാ ദേവഗണങ്ങളുടെയും ഋഷിമാരുടെയും എല്ലാവരുടെയും ഭാരം കാരണം, ഭാരം എന്നുദ്ദേശിച്ചത് തപോബലമാണ്, അവരുടെ തപോബലം കൊണ്ട് കൈലാസ പർവ്വതം പതുക്കെ ചെരിയാൻ തുടങ്ങി. ഇത് കണ്ട മഹാദേവൻ, സാക്ഷാൽ പ്രപഞ്ചനാഥൻ, അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞു, അല്ലയോ മഹർഷേ, കൈലാസപർവ്വതം വടക്കാണല്ലോ, അതിൻ്റെ എതിർഭാഗത്ത് തെക്ക് ഭാഗത്ത് അങ്ങ് ചെന്ന് നിന്നാലും. അപ്പോൾ ഇത്രയും ദേവഗണങ്ങളുടെയും ഋഷിമാരുടെയും തപോബലത്തിന് തുല്യമാണ് ഒരു അഗസ്ത്യ മഹർഷിയുടെ തപോബലം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാദേവൻ പറഞ്ഞു, അങ്ങ് തെക്ക് ഭാഗത്ത് ചെന്ന് അവിടെ നിൽക്കുക. അപ്പോൾ ഇത് ബാലൻസായി കൈലാസപർവ്വതം താഴില്ല. അങ്ങനെ ഇത് കേട്ട അഗസ്ത്യ മഹർഷി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ വിവാഹം കാണാനുള്ള യോഗം എനിക്കില്ലല്ലോ. ഇത് കേട്ട ഭഗവാൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഞാനും പാർവതീദേവിയും അങ്ങേ തെക്ക് ഭാഗത്ത് അങ്ങയെ വന്ന് കണ്ടുകൊള്ളാം. അങ്ങനെ ലോക നന്മയ്ക്കായി, കൈലാസത്തിൻ്റെ രക്ഷയ്ക്കായി ആ വിശിഷ്ടമായ മുഹൂർത്തം നഷ്ടപ്പെടുത്താൻ തയ്യാറായി അഗസ്ത്യ മഹർഷി തെക്ക് ഭാഗത്ത് പോയി നിന്നു. അങ്ങനെ വിവാഹശേഷം പ്രപഞ്ചപിതാവായ പരമേശ്വരനും പ്രപഞ്ചമാതാവായ പരമേശ്വരിയും ആ തപോബല സമ്പന്നനായ ആ മഹർഷിയെ കാണാനായി കൈലാസത്തിൻ്റെ എതിർഭാഗത്ത്, അതായത് തെക്ക് ഭാഗത്ത് ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ മഹർഷിയുടെ തപോബലം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെന്ന് സൂചിപ്പിച്ചു വെച്ചത്. അങ്ങനെ ആ അഗസ്ത്യ മഹർഷി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മഹാക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം നടത്തി വരുന്ന സമയം, അങ്ങനെ വരുന്ന സമയം അദ്ദേഹം കണ്ടത് മനുഷ്യർ സുഖലോലുപതയിൽ മയങ്ങി ഈശ്വര വിചാരമില്ലാതെ പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അല്ലെങ്കിൽ അത് ചെയ്ത് കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്ന പരമാർത്ഥം മനസ്സിലാക്കാതെ വിഷയാസക്തരായി ജീവിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗം. മറ്റു ചിലർ
കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത സഞ്ചിത പാപകർമ്മങ്ങളുടെ ഫലങ്ങൾ പലവിധ വ്യാധികളാലും പ്രശ്നങ്ങളാലും അങ്ങനെ മനസമാധാനമില്ലാതെയും നീറി ജീവിക്കുന്നു. ഈ പറഞ്ഞ രണ്ടു വിഭാഗത്തിനും തങ്ങളുടെ ശ്രദ്ധ ഈശ്വരനിലേക്ക് തിരിയാനും പാപകർമ്മങ്ങൾ ക്ഷയിക്കാനും അങ്ങനെ ഈശ്വരോപാസന ചെയ്ത് സ്വയം ഈശ്വരനായി തീരുവാനും മനുഷ്യരോട് പരമകാരുണ്യമുള്ള ആ മഹാ ഋഷി അദ്ദേഹത്തിന് അത്രയധികം മനസ്താപമുണ്ടായി. ഇങ്ങനെ മനുഷ്യർ ജീവിക്കുന്നത് കണ്ടിട്ട് കോടി ജന്മങ്ങൾ കഴിഞ്ഞ് പട്ടിയും പൂച്ചയും പുഴുവായും പ്രാവായും ജന്മങ്ങളെടുത്ത് അവസാനം കിട്ടുന്നൊരു ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം എന്നത് ഈശ്വരോപാസനയ്ക്ക് മാത്രമാണെന്ന് നമ്മുടെ ഉപനിഷത്തുകളിലും പുരാണങ്ങളിലുമെല്ലാം മഹത്തുക്കൾ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ആ മനുഷ്യജന്മം അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താതെ ഇങ്ങനെ ജീവിക്കുന്നത് കണ്ട് അദ്ദേഹം അവസാനം കാഞ്ചീപുരത്തെത്തി. തമിഴ്നാട്ടിലാണ് കാഞ്ചീപുരം. അവിടെ 3 ക്ഷേത്രങ്ങളാണുള്ളത്. ഞാൻ പോയതാണ് അവിടെ. ഒന്ന് വരദരാജ പെരുമാൾ, അതായത് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രം. പിന്നെ ഏകാംബരേശ്വര ക്ഷേത്രം, ശിവക്ഷേത്രം. 3ാമത് കാഞ്ചി കാമാക്ഷി ക്ഷേത്രം, ശ്രീ മഹാദേവിയുടെ ലളിതാംബികയുടെ ക്ഷേത്രം. ചെന്നൈയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ സഞ്ചരിച്ചാൽ കാഞ്ചീപുരത്തെത്താം. പുസ്തകങ്ങളിൽ 2 സ്ഥലത്താണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിന്റെ ഉദ്ഭവം എന്ന് പറയുന്നുണ്ട്. ഒന്ന് കാഞ്ചീപുരത്ത്, 2ാമത് തിരുമിയാച്ചൂർ, അത് തമിഴ്നാടാണ്. മയിലാടുതുറയിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ദൂരത്താണ് ഈ തിരുമിയാച്ചൂർ. 2 സ്ഥലത്ത് ഞാൻ പോയതാണ്. അപ്പോൾ ഈ കാഞ്ചീപുരം, അങ്ങനെ അഗസ്ത്യ മഹർഷി കാഞ്ചീപുരത്തെത്തി. അവിടെ ഈ മനുഷ്യരുടെ ഈ ശിഷ്ണോദരന്മാരായി ജീവിക്കുന്നത് കണ്ട് അദ്ദേഹം ദുഃഖിതനായി അവിടെ ഇരുന്ന് തപസ് അനുഷ്ഠിച്ചു. അങ്ങനെ ആ തപസ് അനുഷ്ഠിക്കുന്ന സമയം പ്രത്യക്ഷപ്പെട്ടത് ശ്രീ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ഹയഗ്രീവ ഭഗവാനാണ്, ഹയഗ്രീവമൂർത്തി. ശംഖ്, ചക്രം, ഗ്രന്ഥം, അക്ഷമാല തുടങ്ങിയവ ധരിച്ച് കുതിരയുടെ ഗ്രീവത്തോടെ, അതായത് ഹയം എന്നാൽ കുതിര, ഗ്രീവം എന്നാൽ കഴുത്ത്, കുതിരയുടെ തലയോടുകൂടി പ്രത്യക്ഷപ്പെട്ട ആ ദേവനോട് അഗസ്ത്യ മഹർഷി തൻ്റെ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കേട്ട ആ ഭഗവാൻ അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് കുതിരത്തല? കുതിര അഥവാ ഹയം ശക്തിയുടെ, വേഗതയുടെ, ഏകാഗ്രതയുടെ, അതുപോലെ തന്നെ പ്രാണശക്തിയുടെ പ്രതീകമാണ്. നമ്മൾ ഹോഴ്സ് പവർ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ പണ്ട് യോഗനിദ്രയിലാണ്ടിരുന്ന വിഷ്ണു ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് ഉദ്ഭവിച്ച മധു കൈടഭന്മാർ എന്ന അസുരന്മാർ വേദങ്ങളുടെ ദേവനായ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്നും അത്രയ്ക്ക് വേഗതയിൽ പഠിച്ചെടുത്ത്, നിമിഷനേരം കൊണ്ട് പഠിച്ചെടുത്ത് വീണ്ടും ബ്രഹ്മാവിന് തന്നെ കൊടുത്തു എന്നൊരു കഥയുണ്ട്. അപ്പോൾ ജ്ഞാനം പെട്ടെന്ന് സ്വായത്തമാക്കാനും അത് പെട്ടെന്ന് തന്നെ പകർന്നു കൊടുക്കുവാനുമുള്ള ആ ഒരു കഴിവാണ് ഹയഗ്രീവ ദേവനുള്ളത്. അതുകൊണ്ടാണ് വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തിയായ ഹയഗ്രീവൻ ആ ഒരു രൂപം ഭഗവാൻ എടുത്തിട്ട് ഈ വേദങ്ങൾ പെട്ടെന്ന് തന്നെ സ്വായത്തമാക്കുകയും അതുപോലെ തന്നെ പകർന്നു കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ ആ ഹയഗ്രീവ ദേവൻ അഗസ്ത്യ മഹർഷിക്ക് ത്രിപുരാ രഹസ്യം വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ മഹർഷിയെ ധരിപ്പിച്ചു. ഇത് കേട്ട മഹർഷി ത്രിപുരാദേവിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹത്തോടെ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഹയഗ്രീവമൂർത്തി തൻ്റെ തന്നെ അംശാവതാരമായ ഹയഗ്രീവ ദേവർഷിയെ അഗസ്ത്യ മഹർഷിയുടെ മുന്നിൽ വരുത്തി. എന്നിട്ട് പറഞ്ഞു, അഗസ്ത്യ മഹർഷി, അങ്ങേക്ക് അറിയേണ്ടതെല്ലാം ഈ ദേവർഷി പറഞ്ഞു തരും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി, അന്തർധാനം ചെയ്തു. ആ ഹയഗ്രീവ ഋഷിയാണ് അഗസ്ത്യ മഹർഷിക്ക് ലളിതാദേവിയുടെ അവതാര കഥ, ഭണ്ഡാസുര വധം, ത്രിപുരവർണ്ണന, ദേവിയും കാമേശ്വരരുമായുള്ള വിവാഹം തുടങ്ങിയ ഉൾക്കൊള്ളുന്ന ലളിതോപാഖ്യാനം വളരെ വിശദമായി കേൾപ്പിച്ചു. അതിനെ തുടർന്ന് അഗസ്ത്യ മഹർഷി ദേവർഷിയോട് ചോദിച്ചു. അതാണ് അഗസ്ത്യ ഹയഗ്രീവ സംവാദം.
പൂർവഭാഗത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അഗസ്ത്യ മഹർഷി ഹയഗ്രീവ് ഋഷിയോട് ചോദിക്കുകയാണ്, മഹാബുദ്ധിമാനും സർവശാസ്ത്ര വിശാരദനുമായ ഹയഗ്രീവ് ദേവർഷി, ലളിതാദേവിയുടെ അത്യന്തം അത്ഭുതകരമായ ചരിത്രം അങ്ങ് എന്നോട് പറഞ്ഞു. അമ്മയുടെ അവതാരം, തുടർന്ന് പട്ടാഭിഷേകം, ഭണ്ഡാസുരവധം എന്നീ കാര്യങ്ങൾ, അതുപോലെ തന്നെ ശ്രീപുരത്തിൻ്റെ വർണ്ണന, പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ മഹാത്മ്യം, ന്യാസങ്ങൾ, അതുപോലെ തന്നെ ഹോമവിദ്യാക്രമങ്ങൾ, ശ്രീചക്രം, ശ്രീവിദ്യ, ശ്രീദേവി, ഗുരു, മന്ത്രിണി, ദണ്ഡിനി തുടങ്ങിയ ദേവിമാരുടെ സഹസ്രനാമങ്ങൾ തുടങ്ങിയവയെല്ലാം അങ്ങ് എന്നോട് പറഞ്ഞു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം അങ്ങ് എന്നോട് പറഞ്ഞില്ല. അത് അങ്ങ് മനഃപൂർവ്വം പറയാത്തതാണോ, അതോ അത് കേൾക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം തോന്നുന്നു. ലളിതാ സഹസ്രനാമ സ്തോത്രം ഒഴിവാക്കിയതിൻ്റെ കാരണമാണ് അഗസ്ത്യ മഹർഷി ഹയഗ്രീവ് ദേവർഷിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഹയഗ്രീവ് ദേവർഷി പറഞ്ഞു, ലോപാമുദ്രാപതിയായ അഗസ്ത്യ, ലോപാമുദ്രാദേവി അഗസ്ത്യ മഹർഷിയുടെ പത്നിയാണ്. അങ്ങനെയുള്ള ലോപാമുദ്രാപതിയായ അഗസ്ത്യ, ശ്രദ്ധിച്ചു കേൾക്കൂ. സഹസ്രനാമം ഞാൻ ഉപദേശിക്കാത്തത് രഹസ്യമാണെന്ന് കരുതിയാണ്, മറ്റു കാരണങ്ങളാലല്ല. ഇപ്പോൾ അങ്ങ് ഭക്തിപൂർവം വീണ്ടും ചോദിച്ചതുകൊണ്ട് ഞാൻ അത് പറയാം. ഇത് ഭക്തിയില്ലാത്തവനും ഷഠൻ എന്നാൽ വഞ്ചകൻ, ചതിയൻ, ഷഠനും ദുഷ്ടനും അവിശ്വാസിക്കും ഒരിക്കലും കൊടുക്കരുത്. ശ്രീമാതാവിൽ ഭക്തിയുള്ളവനും ശ്രീവിദ്യയെക്കുറിച്ച് അറിവുള്ളവനും ശുദ്ധനുമായ ഉപാസകന് ഈ സഹസ്രനാമം കൊടുക്കാം. ഉടൻ സിദ്ധി നൽകുന്ന സഹസ്രനാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹസ്രനാമമാണ് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം. അങ്ങനെ ആ ഹയഗ്രീവ ഋഷി അഗസ്ത്യ മഹർഷിക്ക് ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ഉപദേശിക്കുന്നു. അങ്ങനെയാണ് ഹയഗ്രീവ ഋഷിയിൽ നിന്ന് അഗസ്ത്യ മഹർഷിയിലൂടെയാണ് മാനവരാശിക്ക് ലളിതാ സഹസ്രനാമ സ്തോത്രം ലഭിക്കുന്നത്. ലളിതാ സഹസ്രനാമ സ്തോത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലശ്രുതിയെ കൂടി ഹയഗ്രീവ ഋഷി അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. ഹയഗ്രീവ ഋഷി അഗസ്ത്യ മഹർഷിയോട് പറയുന്നു, ഇങ്ങനെ രഹസ്യങ്ങളിൽ രഹസ്യവും ലളിതാദേവിക്ക് പ്രീതി ഉണ്ടാക്കുന്നതുമായ സഹസ്രനാമം അല്ലയോ അഗസ്ത്യ മഹർഷിയെ, അങ്ങയോട് ഞാൻ പറഞ്ഞു. ഇതിന് തുല്യമായ സ്തോത്രം മുൻപ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ഈ സ്തോത്രം സർവ്വരോഗങ്ങളെയും ശമിപ്പിക്കുന്നതും എല്ലാ സമ്പത്തിനെയും വർദ്ധിപ്പിക്കുന്നതും എല്ലാത്തരം അപമൃത്യുവിനെയും ശമിപ്പിക്കുന്നതും കാലമൃത്യുവിനെ നിവാരണം ചെയ്യുന്നതും എല്ലാ ജ്വരാർത്ഥികളെയും നശിപ്പിക്കുന്നതും ദീർഘായുസ് നൽകുന്നതുമാണ്. ഇത് പുത്രന്മാരില്ലാത്തവർക്ക് പുത്രപദവും എല്ലാ പുരുഷാർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്നതുമാണ്. ശ്രീദേവിയുടെ വിശേഷപ്രീതിക്കു കാരണമായ ഈ സ്തോത്രം ലളിതാദേവിയുടെ ഉപാസനയിൽ താല്പര്യമുള്ളവർ എന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്ലേശിച്ചായാലും ജപിക്കണം. പ്രഭാതത്തിൽ കുളിച്ച് വിധിപ്രകാരം സന്ധ്യാകർമ്മം നടത്തി പൂജാഗ്രഹത്തിൽ പ്രവേശിച്ച് ശ്രീചക്രത്തെ അർച്ചിക്കുക. ശ്രീവിദ്യാമന്ത്രം 1000 തവണയോ 300 തവണയോ 100 തവണയോ ജപിച്ചു കഴിഞ്ഞ് ഈ രഹസ്യനാമ സഹസ്രം ജപിക്കുക. ജന്മത്തിൽ ഒരിക്കലെങ്കിലും ഇപ്രകാരം ജപിക്കുന്ന ഭാഗ്യവാന്റെ പുണ്യഫലം ഞാൻ പറയാം. അല്ലയോ അഗസ്ത്യ മഹർഷി, അങ്ങ് കേട്ടാലും. ഗംഗ തുടങ്ങിയ സർവതീർത്ഥങ്ങളിലും കോടി ജന്മകാലം കുളിക്കുകയും പാപവിമോചകമായ കാശിയിൽ കോടി ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കുകയും കുരുക്ഷേത്രത്തിൽ കോടിത്തവണ സൂര്യഗ്രഹണ വേളയിൽ കോടി ഭാരം സ്വർണം വൈദികരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ഗംഗാതീരത്തിൽ 1 കോടി അശ്വമേധയാഗം കഴിക്കുകയും ജലമില്ലാത്ത മരുഭൂമിയിൽ 1 കോടി കിണർ കുഴിക്കുകയും ദുർഭിക്ഷകാലത്ത് അത്യന്തം ശ്രദ്ധയോടെ കോടി ബ്രാഹ്മണർക്ക് ദിവസവും 1000 വർഷക്കാലം ഭോജനം കൊടുക്കുകയും ചെയ്താലുണ്ടാകുന്നതിൻ്റെ കോടി മടങ്ങ് പുണ്യം ഈ രഹസ്യനാമശാസ്ത്രത്തിലെ ഒരു നാമം കീർത്തിക്കുന്നത് കൊണ്ടും ഉണ്ടാകും എന്നാണ് വിശദമായിട്ട് ഫലശ്രുതിയിൽ പറയുന്നത്. ഈ രഹസ്യനാമശാസ്ത്രത്തിലെ
ഒരു നാമമെങ്കിലും പഠിക്കുന്നവൻ്റെ പാപങ്ങൾ എത്ര മഹത്തായാലും അവ നശിക്കും എന്നതിൽ സംശയമില്ല. നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തതുകൊണ്ടോ നിഷിദ്ധ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഉണ്ടാകുന്ന പാപം എല്ലാ പാപങ്ങളും ഇതിൽ ഒരു നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് പൂർണ്ണമായും നശിക്കും. അല്ലയോ അഗസ്ത്യ മഹർഷേ, വളരെ പറയേണ്ടതില്ല, കേൾക്കുക. ഇതിലെ ഒരു നാമം കൊണ്ട് നശിക്കാത്ത പാപം ചെയ്യാൻ കഴിവുള്ള ആരും ഈ 14 ലോകങ്ങളിലില്ല. ഈ സഹസ്രനാമത്തെ കൂടാതെ പാപമോചനം ആഗ്രഹിക്കുന്നത് തണുപ്പകറ്റാൻ ഹിമാലയത്തെ അഭയം പ്രാപിക്കുന്നത് പോലെയാണ്. ഈ നാമസഹസ്രകം എന്നും ജപിക്കുന്ന ഭക്തന് പ്രീതയായ ശ്രീ ലളിതാദേവി എല്ലാ അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യും. ഈ സ്തോത്ര പഠനം കൂടാതെ ഭക്തനാകാൻ സാധ്യമല്ല. എന്നും ഇത് സങ്കീർത്തനം ചെയ്യാൻ കഴിവില്ലാത്തവർ പുണ്യ ദിവസങ്ങളിൽ ഈ സ്തോത്രം ചൊല്ലണം. സംക്രാന്തി, വിഷു, തൻ്റെയും ഭാര്യയുടെയും പുത്രൻ്റെയും അല്ലെങ്കിൽ പുത്രിയുടെയും ജന്മനാളുകൾ, അയന ദിവസങ്ങൾ, നവമി, ചതുർദശി, ശുക്ലപക്ഷത്തിലെ വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ എല്ലാം ഈ നാമസഹസ്രം കീർത്തിക്കുക. പ്രത്യേകിച്ചും പൗർണമി നാളുകളിൽ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കേണ്ടതാണ്. പൗർണമിയിൽ ചന്ദ്രബിംബത്തിൽ ലളിതാദേവിയെ സങ്കല്പിച്ച് പഞ്ചോപചാരങ്ങളോടെ പൂജിച്ച് നാമസഹസ്രം ചൊല്ലിയാൽ എല്ലാ രോഗങ്ങളും നശിക്കും, ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യും. ഈ പ്രയോഗം ആയുഷ്കരമെന്ന് പരശുരാമ കൽപ്പസൂത്രം സൂചിപ്പിക്കുന്നു. ജ്വരം കൊണ്ട് ആർത്തനായ രോഗിയുടെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് ഈ സഹസ്രനാമം ചൊല്ലിയാൽ ശിരോവേദനയും ജ്വരവും ഉടനടി ശമിക്കും. കുടത്തിൽ ജലം നിറച്ച് ആ പൂർണ്ണകുംഭത്തെ സഹസ്രനാമം കൊണ്ട് പൂജിച്ച് അഭിഷേകം ചെയ്താൽ എല്ലാ ഗ്രഹപീഠകളും മാറും. അമൃതസമുദ്രത്തിന്റെ മധ്യത്തിൽ ലളിതാദേവി സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ച് നാമസഹസ്രം ജപിച്ചാൽ വിഷബാധ ശമിക്കും. വന്ധ്യന് പുത്രനുണ്ടാകാൻ നാമസഹസ്രം ജപിച്ച വെണ്ണ കൊടുക്കുക, പുത്രലാഭം ഉണ്ടാകുമെന്ന് തീർച്ച. ദേവി പാശം കൊണ്ട് കെട്ടിയോ അങ്കുശം കൊണ്ട് കെട്ടിയോ ദേവി പാശം കൊണ്ട് കെട്ടിയോ അങ്കുശം കൊണ്ട് കൊളുത്തിയോ വലിക്കുന്നതായി സങ്കല്പിച്ച് ദേവീപാശം കൊണ്ട് കെട്ടിയോ അങ്കുശം കൊണ്ട് കൊളുത്തിയോ വലിക്കുന്നതായി സങ്കല്പിച്ച് ഇഷ്ടപ്പെട്ട സ്ത്രീയെ ഉദ്ദേശിച്ച് നാമസഹസ്രം രാത്രിയിൽ ജപിച്ചാൽ അവൾ അന്തപുരത്തിൽ വസിക്കുന്നവളാണെങ്കിലും അരികിൽ എത്തും. രാജാവിനെ ആകർഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാജാവിൻ്റെ വാസസ്ഥാനത്തിന് അഭിമുഖമായി 3 ദിവസം ശ്രീദേവി ധ്യാനത്തോടെ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുക. ആ രാജാവ് പാരവശ്യത്തോടെ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ കയറി അടുത്തെത്തി ദാസനെ പോലെ നമിക്കും. രാജ്യവും ഭണ്ഡാരവും അവന് കൊടുത്ത് വിധേയനാകും. രഹസ്യനാമ സഹസ്രം എന്നും ജപിക്കുന്നവന്റെ മുഖം ദർശിക്കുന്ന മാത്രയിൽ 3 ലോകങ്ങളും മോഹിക്കും. ഈ സഹസ്രനാമം ഭക്തിയോടെ ഒരിക്കൽ ജപിക്കുന്ന ആളിന്റെ ശത്രുക്കളെ ശരഭേശ്വരൻ നിഹനിക്കും. ശരഭേശ്വരൻ എന്നാൽ ശിവഭഗവാന്റെ ഒരു ഫെറോഷ്യസ് രൂപമാണ്. ഈ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കെതിരായി ആഭിചാരകർമ്മം ചെയ്താൽ പ്രത്യങ്കിരാംബിക ആ ആഭിചാര ഫലം നശിപ്പിച്ച് ആഭിചാരം ചെയ്തവനെ കൊല്ലും. സഹസ്രനാമ പാഠകനെ ക്രൂരദൃഷ്ടിയോടെ നോക്കുന്നവനെ മാർത്താണ്ഡ ഭൈരവൻ പെട്ടെന്ന് അന്ധനാക്കി തീർക്കും. ലളിത സഹസ്രനാമം ജപിക്കുന്ന ഭക്തന്റെ ധനം അപഹരിക്കുന്ന കള്ളൻ എവിടെ ആയിരുന്നാലും അവനെ ക്ഷേത്രപാലൻ വധിക്കും. വിദ്യകളിൽ സഹസ്രനാമ ജാപകനോട് എതിർത്ത് വാദം ചെയ്യുന്നവന്റെ വാക്യങ്ങളെ നകുലീശ്വരി എന്ന ദേവി സ്തംഭിപ്പിക്കും. 6 മാസക്കാലം ഭക്തിയോടെ നാമസാഹസ്രം ജപിക്കുന്നവന്റെ ഭവനത്തിൽ ലക്ഷ്മീ ദേവി അചഞ്ചലയായി എപ്പോഴും സ്ഥിതി ചെയ്യും. 1 മാസക്കാലം തുടർച്ചയായി ദിവസം 3 തവണ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവന്റെ നാവിൻ തുമ്പിൽ സരസ്വതി ദേവി എന്നും നൃത്തം ചെയ്യും. 1 പക്ഷക്കാലം ദിവസം 1 തവണ വീതം പഠിക്കുന്നവന്റെ നോട്ടം കൊണ്ട് സുന്ദരിമാർ മോഹിക്കും. ജനമധ്യത്തിൽ 1 തവണ ഈ സഹസ്രനാമം ചൊല്ലുന്നവന്റെ ദൃഷ്ടിപഥമേൽക്കുന്നവരെല്ലാം എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തരായിത്തീരും. ഈ സഹസ്രനാമം അറിയാവുന്ന ബ്രാഹ്മണന് അന്നം, വസ്ത്രം, ധനം, ധാന്യം എന്നിവ ദാനം ചെയ്യണം, അന്യർക്ക് കൊടുക്കരുത്. ശ്രീവിദ്യാമന്ത്രം അറിയുന്നവനും ശ്രീചക്രത്തെ അർച്ചിക്കുന്നവനും
ലളിതാ സഹസ്രനാമം ജപിക്കുന്നവനും സത്പാത്രമാണ്. ദേവീപ്രീതി ഇച്ഛിക്കുന്നവർ അവർക്ക് ദാനം ചെയ്യണം. ദേവീ നാമങ്ങൾ കീർത്തിക്കാത്തവനും ശ്രീവിദ്യാമന്ത്രം അറിയാത്തവനും പശുതുല്യനാണ്. അവന് ദാനം ചെയ്യുന്നത് നിഷ്പ്രയോജനമാണ്. പിന്നെ പറയുന്നു, ശ്രീവിദ്യാമന്ത്രത്തിന് തുല്യമായി മറ്റൊരു മന്ത്രം ഇല്ലാത്തതുപോലെ ലളിതാദേവിക്ക് തുല്യമായി മറ്റൊരു ദേവതയോ ലളിതാ സഹസ്രനാമത്തിന് തുല്യമായി മറ്റൊരു സ്തുതിയോ ഇല്ല. ഈ സ്തോത്രം പുസ്തകത്തിൽ എഴുതി അതിനെ പൂജിച്ചാൽ ത്രിപുര സുന്ദരിയായ ദേവി സന്തോഷിക്കും. അതുകൊണ്ട് പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഹയഗ്രീവ ദേവർഷി അഗസ്ത്യ മഹർഷിയോട് പറയാണ്, അല്ലയോ അഗസ്ത്യ മഹർഷി, വളരെ പറയേണ്ടതില്ല, ചുരുക്കി പറയാം. ഈ സ്തോത്രത്തിന് തുല്യമായ സ്തോത്രം ഒരു തന്ത്രത്തിലും ഇല്ല. അതിനാൽ ഉപാസകൻ ഇതിനെ ആദരവോടെ എന്നും ജപിക്കണം. ഈ സ്തോത്രം കൊണ്ട് ശ്രീചക്രത്തിൽ ഒരു തവണ പത്മം, തുളസീദളം, കൽഹാരം, കദംബം, ചമ്പകം, ജാതികുസുമം, മല്ലിക, വില്ലുപത്രം തുടങ്ങിയ ഏതെങ്കിലും പൂവോ സുഗന്ധമുള്ള പുഷ്പങ്ങളോ അർച്ചിക്കുന്നവന്റെ പുണ്യഫലം എന്തെന്ന് പറയാൻ മഹേശ്വരൻ പോലും ശക്തനല്ല. ശ്രീചക്ര പൂജാഫലം ലളിതാദേവിക്ക് മാത്രമേ അറിവുള്ളൂ. ബ്രഹ്മാവ് തുടങ്ങിയ അല്പമേധസ്സുകൾ അത് എങ്ങനെ അറിയാനാണ്? എല്ലാ മാസവും പൗർണമിയിൽ രാത്രി ഈ സഹസ്രനാമം കൊണ്ട് ചക്രരാജസ്ഥയായ പരദേവതയെ അർച്ചിക്കുന്നവൻ ലളിതാരൂപനാണ്. ലളിതാദേവി സ്വയം അവന്റെ രൂപമാകുന്നു. ആ ഭക്തനും ദേവിക്കും തമ്മിൽ ഭേദമില്ല. ഭേദമുണ്ടെന്ന് കരുതുന്നവൻ പാപം ചെയ്യുന്നവനാകും. മഹാനവമി ദിവസം, അതായത് ഇന്ന്, ശ്രീചക്രമധ്യസ്ഥയായ ശ്രീദേവിയെ നാമസഹസ്രം കൊണ്ട് അർച്ചിക്കുന്നവന്റെ മുക്തി അവന്റെ കയ്യിൽ തന്നെയാണ്. ഈ സഹസ്രനാമം കൊണ്ട് വെള്ളിയാഴ്ച ശ്രീചക്രത്തിൽ അർച്ചിച്ചാലുള്ള പുണ്യഫലം കേൾക്കുക. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് പുത്രപൗത്രന്മാരോടൊപ്പം ഇഷ്ടപ്പെട്ട ഭോഗങ്ങൾ ഭുജിച്ച് അവസാനം ശിവൻ തുടങ്ങിയവർ പോലും അഭിലഷിക്കുന്നതും അതിദുർലഭവുമായ ദേവീ സായുജ്യം അർച്ചകന് ലഭിക്കും, സംശയമില്ല. ഈ നാമസഹസ്രം കൊണ്ട് അർച്ചിച്ച് 1000 ബ്രാഹ്മണർക്ക് പായസവും അപ്പവും ഷഡ്രസങ്ങളും ചേർന്ന ഭോജനം ഭക്തിയോടെ നൽകുന്നവന് പ്രസന്നയായ ലളിതാദേവി സ്വന്തം സാമ്രാജ്യം ദാനം ചെയ്യും. അവന് കിട്ടാത്തതായി ഒരു വസ്തുവും ഈ 3 ലോകത്തും ഇല്ല. നിഷ്കാമനായി ഈ ഉത്തമമായ സഹസ്രനാമം കീർത്തിക്കുന്നവന് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുന്ന ബ്രഹ്മജ്ഞാനം ലഭിക്കും. ഈ സഹസ്രനാമ കീർത്തനം കൊണ്ട് ധനാർത്ഥിക്ക് ധനവും, യശസ് ആഗ്രഹിക്കുന്നവന് യശസ്സും, വിദ്യാർത്ഥിക്ക് വിദ്യയും ലഭിക്കും. ഇതിനു തുല്യം ഭോഗമോക്ഷപ്രദമായ സ്തോത്രം ഇല്ല. ഭോഗവും മോക്ഷവും ആഗ്രഹിക്കുന്നവർ ഈ സ്തോത്രം ജപിക്കേണ്ടതാണ്. പാപബഹുലവും ധർമാനുഷ്ഠാനവർജിതവുമായ കലികാലത്ത് നാമാനുകീർത്തനമല്ലാതെ മറ്റൊരു ആശ്രയവും മനുഷ്യർക്കില്ല. ലൗകികങ്ങളായ ശ്രേഷ്ഠവചനങ്ങളെക്കാളും വിഷ്ണുനാമാനുകീർത്തനം മുഖ്യമാണ്. വിഷ്ണുനാമ സഹസ്രത്തെക്കാളും ശിവനാമങ്ങൾക്ക് മേന്മ കൂടും. ശിവന്റെ 1000 നാമങ്ങളെക്കാൾ ദേവിയുടെ ഒരു നാമം ശ്രേഷ്ഠമാണ്. അല്ലയോ അഗസ്ത്യ മഹർഷി, അങ്ങനെയുള്ള ദേവീ നാമസഹസ്രങ്ങൾ കോടിക്കണക്കിനുണ്ട്. അവയിൽ 10 മുഖ്യമാണെന്ന് പറഞ്ഞല്ലോ. ആ 10 വെച്ച് ഉത്തമമായത് ഈ ലളിതാ സഹസ്രനാമ സ്തോത്രമാണ്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമ സ്തോത്രം എന്നും ജപിക്കേണ്ടതാണ്. ശ്രീവിദ്യാ മന്ത്രജപവും ശ്രീചക്രാർച്ചനയും ലളിതാ സഹസ്രനാമ കീർത്തനവും ചെയ്യാൻ സാധിക്കുന്നത് സുദീർഘമായ കഠിന തപസ്സിന്റെ ഫലമായാണ്. ഈ സ്തോത്രപാഠം ചെയ്യാതെ മഹേശ്വരിയെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ണില്ലാതെ രൂപം കാണാൻ ശ്രമിക്കുന്നത് പോലെ ബുദ്ധിയില്ലായ്മയാണ്. സഹസ്രനാമ പാഠം ചെയ്യാതെ സിദ്ധി നേടാൻ ആഗ്രഹിക്കുന്നത് ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറ്റാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ലളിതാദേവിയുടെ ഭക്തൻ ഇത് നിത്യവും ജപിക്കണം. ഇതില്ലാതെ 100 കോടിക്കണക്കിന് കൽപ്പങ്ങൾ കൊണ്ടും ദേവി സന്തോഷിക്കുകയില്ല. അതിനാൽ ദേവി ഭക്തൻ ശുദ്ധനായി ഈ സ്തോത്രം ജപിക്കേണ്ടതാണ്. ഈ രഹസ്യമായ സ്തോത്രം ഞാൻ അങ്ങേക്ക് ചൊല്ലിത്തന്നു. ശ്രീവിദ്യാമന്ത്രം അറിവില്ലാത്തവർക്കും ഭക്തിയില്ലാത്തവർക്കും ഇത് ഒരിക്കലും ഉപദേശിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ശക്തിയില്ലെങ്കിലും സഹസ്രനാമം എന്നും ജപിച്ചാൽ സാംഗമായ അർച്ചനയുടെയും
അതായത് ശ്രീവിദ്യാമന്ത്രം ജപിച്ചതിൻ്റെ ഫലം, ശ്രീചക്ര അർച്ചനയുടെ ഫലം, ആ 2 ജപത്തിൻ്റെയും ഫലം ലഭിക്കും എന്നാണ് ഇവിടെ ഹയഗ്രീവ ഋഷി അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ശ്രീമദ് ലളിത സഹസ്രനാമ സ്തോത്രത്തിനെ കുറിച്ചുള്ള ഒരു ഏറ്റവും ചുരുക്കിയ രീതിയിലുള്ള ഒരു ഇൻട്രഡക്ഷൻ. ഇനി പൂർവ്വഭാഗം നമ്മൾ കണ്ടു. ഇനി പഠിക്കേണ്ടത് ലളിത സഹസ്രനാമ സ്തോത്രമാണ്. ഫലശ്രുതി അത് നമ്മൾ കേട്ടു. ഇതൊക്കെ ലഭിക്കാനായിട്ട് ഈ ലളിത സഹസ്രനാമ സ്തോത്രം അത്രയും സമർപ്പണത്തോടുകൂടി ഭക്തിയോടെ ജപിക്കാൻ പഠിക്കേണ്ടതാണ്. അങ്ങനെ പഠിക്കാനായിട്ട് ആ അക്ഷരരൂപിണിയായ മഹാദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.